മെഡിക്കൽ കോളേജിൽ ഒ.പി. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച വിഷയത്തിൽ വിചിത്രവാദവുമായി രംഗത്തെത്തിയ കഴക്കൂട്ടം എം.എൽ.എ. കടകംപള്ളി സുരേന്ദ്രന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ്. 5 രൂപ പോലും എടുക്കാനില്ലാത്ത സാധാരണക്കാരായ പാവങ്ങൾ ഇന്നും കേരളത്തിലുണ്ടെന്ന് കെ.പി.സി.സി. അംഗം ജെ.എസ്. അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. 5 രൂപ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഒ.പി. ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് ആശുപത്രി വികസന സമിതി ജീവനക്കാർ സംഘടിപ്പിച്ച മാർച്ചിലായിരുന്നു കടകംപള്ളിയുടെ അസാധാരണ ന്യായീകരണം. കേരളം ആരോഗ്യമേഖലയിൽ ലോകമാതൃക സൃഷ്ടിച്ച സംസ്ഥാനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇതിന് മറുപടിയാണ് യുവാവ് ഫേസ്ബുക്കിലിട്ടത്. പ്രിയ കടകംപള്ളി സുരേന്ദ്രൻ സഖാവേ, കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഒരു വിചിത്രവാദം കേൾക്കാൻ സാധിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ.പി. ടിക്കറ്റിന് 10 രൂപയായി നിരക്ക് വർദ്ധിപ്പിച്ചത് 5 രൂപ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് എന്നാണ്. 5 രൂപ പോലും എടുക്കാനില്ലാത്ത പാവങ്ങൾ ഇന്നും ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. പിന്നെ കഴക്കൂട്ടം എം.എൽ.എ. ആയ അങ്ങയ്ക്ക് വളരെ നന്നായി അറിയാം അങ്ങയുടെ മണ്ഡലത്തിന് കീഴിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി വരുന്നത് എത്രമാത്രം പാവപ്പെട്ട ആളുകളാണ് എന്ന്. അവരുടെയൊക്കെ മനസ്സിന് വേദനിപ്പിക്കുന്ന ഈ വാക്കുകൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ ഒരു മുറിവായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങ് പറഞ്ഞത് ശരിയായിരിക്കാം. അങ്ങുൾപ്പെടുന്ന സഖാക്കന്മാരുടെ കയ്യിൽ 5 രൂപയോ 10 രൂപയോ ഇല്ലായിരിക്കാം. പക്ഷേ 5ഓ 10ഓ പോലും കയ്യിലില്ലാത്ത സാധാരണക്കാർ, പട്ടിണി പാവങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങയുടെ മണ്ഡലമായ കഴക്കൂട്ടത്തുമുണ്ട്. അങ്ങ് കിട്ടാനില്ല എന്ന് പറഞ്ഞ് 5 രൂപ വെറുതെ ഒന്ന് തപ്പിയപ്പോൾ എൻ്റെ പോക്കറ്റിലും ഉണ്ടായിരുന്നു. ആ ചിത്രം ചുവടെ ചേർക്കുന്നു. ഇനി എന്തിന് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഒന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പോസ്റ്റിന്റെ കാരണം ഞാൻ ചുവടെ ആദ്യ കമന്റായി ചേർക്കും. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ 5 രൂപ നോട്ട് കിട്ടാനുണ്ടോ? നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ 5 രൂപയുണ്ടോ? 5 രൂപ തീരുമാനിച്ചപ്പോൾ മിനിമം 10 രൂപയാക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. കാരണം 5 രൂപ നോട്ടും നാണയങ്ങളും കിട്ടാനില്ല. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 രൂപ ഒ.പി. ടിക്കറ്റിനായി തീരുമാനിച്ചത്. കോൺഗ്രസുകാർ വലിയ സമരവുമായി വന്നു. ഇങ്ങനെ സമാഹരിക്കുന്ന ചെറിയ തുക ഉൾപ്പെടുന്ന വരുമാനമാണ് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന്റെ ആകെ തുക. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ ചാരിറ്റി പ്രവർത്തനമാണ് ഫലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന്റെ വരുമാനം രോഗികൾക്ക് തന്നെയാണ് ആശ്വാസമാകുന്നത് എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ.പി. ടിക്കറ്റ് നിരക്ക് ഒറ്റയടിക്ക് 10 രൂപ ആക്കുകയായിരുന്നു. ആശുപത്രി വികസന സമിതിയുടേതാണ് തീരുമാനം. BPL വിഭാഗത്തിന് ഒ.പി. സൗജന്യമായിരിക്കും. മറ്റ് മെഡിക്കൽ കോളേജുകളിലും നിരക്ക് ഏർപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒ.പി. ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമാനമായ രീതിയിൽ ഒ.പി. ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചിരുന്നു.